നല്ല ബ്ലോക്ക്. നല്ല ബ്ലോക്ക്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇതിനേക്കാളും കൂടുതൽ സമയത്ത് അവിടെ കിടന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട്. ഇവിടെ KSRTC സ്റ്റാൻഡ് ആവട്ടോ. അങ്ങനെ നമ്മൾ അങ്കമാലി പാസ്. ഒരു സൈഡ് മുഴുവൻ വണ്ടി കിടന്നാണ്. തലേ ദിവസത്തെ ഡ്യൂട്ടിയുടെ ക്ഷീണം കാരണം ഞാൻ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ കാലം കണ്ടിട്ട് എനിക്ക് ഒരു പിടിയും. ചാലക്കുടി കഴിഞ്ഞല്ലേ? ചാലക്കുടി ഡിവൈനാണ്. ഐ തിങ്ക് ചാലക്കുടിയാണ്. ഗ്രൗണ്ടിൽ അമ്പല്ലൂർ. അതെ, തകർത്ത് പോയതോണ്ടിരിക്കുകയാണ് അവിടെ. മഴക്കാത്തോടെ കയറുന്നത്. വീടോ മഴ. ആഹാ, പോയി. പുതുക്കാട് കഴിഞ്ഞ് ഇതിപ്പോ പാലിയേക്കര ടോള്. അങ്ങനെ പാലിയേക്കര ടോളിൽ ഇങ്ങനെ വണ്ടികളെല്ലാം നിരന്ന് കിടക്കുക. അപ്പോൾ നമ്മൾ തൃശ്ശൂർ മണ്ണത്തി കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാണാനുള്ള കാഴ്ച ടണലാണ്. അത് എല്ലാവരും കണ്ടതാണ്. എന്നാലും എൻ്റെ ഭാഗമായിട്ട് കാണല്ലോ. കൂടാതെ ഇപ്പം നമ്മുടെ ഈ തൃശ്ശൂർ മണ്ണത്തി കുതിരാൻ ഭാഗത്തായിട്ട് മലനിരകളിൽ മഞ്ഞ് കാണണം. അത് ഭയങ്കര രസമാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ട്? അവിടെ കുതിരാൻ മലനിരകളാണ് കാണുന്നത്.
ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റും. പകല് വന്നുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റും. ടയറ് കത്തിക്കണത് കറുത്ത പുക വരുന്നു, മഞ്ഞ് കണ്ടിട്ട് വരുന്നു. ഇവിടെ ചുവന്ന മണ്ണെന്ന് പറഞ്ഞ സാധ്യതയാണ്. ഇവിടെ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട്. പോകത്തില്ല, ഇവിടൊക്കെ കാണുമ്പോഴേ കേരളമാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് നമ്മുടെ നാട്ടുപുറത്തൊക്കെ തെങ്ങിലെത്തിയ പോലെ. നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ടണല്, വാഹനം പോകുന്ന ബസ് പോകുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന ഒരേ ഒരു ടണലാണ്. ശബ്ദമലിനീകരണത്തിന്റെ ഒന്നാം സാധനം അന്നേരം വേറെ ഫീലൊക്കെ ശരിയാ. വഴി കിടക്കാൻ ഇഷ്ടംപോലെ കിട്ടും. തട്ടുമുട്ടൊക്കെ ആയിരിക്കും. ഹൈഡേഴ്സിന്റെ ബൈക്കാണ്. ഉപ്പേരി. അപ്പൊ നമ്മളത് ഇത് കേട്ടോ നോക്കിക്കേ, എന്ത് രസം നോക്കിക്കേ. പാടങ്ങൾ, അതായത് ഈ പാലക്കാട് നിന്ന് നമ്മൾ ഈ NH കൂടി സഞ്ചരിക്കുമ്പോഴേ ഈ പാലക്കാട് ഈ ഒരു NH കൂടി ചേർന്ന് തന്നെ പാടങ്ങളൊക്കെ കാണാം. ഭയങ്കര രസമാണ് കേട്ടോ. പാടങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതായത് തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിൽ ഈ നെല്ലൊക്കെ ഓരോ കൃഷികൾ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പാലക്കാടിന്റെ ആ ഒരു റേഞ്ച് ഭംഗി ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. കുട്ടനാട്ടൊരു പാടങ്ങളുണ്ട്, പാടശേഖരങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ തട്ടുതട്ടായിട്ടുള്ള ആ ഒരു കൃഷി രീതി, അവിടെ മുഴുവൻ വെള്ളം കിടക്കുകയും അവിടെ കൃഷി ചെയ്യും, ചില സമയം നെല്ലൊക്കെ കിളത്തിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചാണ് ഇനിയിപ്പോൾ നമ്മുടെ NH കൂടെയുള്ള യാത്ര. ഓക്കെ.
ഫുഡും എല്ലാം കഴിച്ചിട്ട് ഇവിടെ പൂട്ടിയിട്ടേക്കുവാണല്ലോ. ആഹാരം കഴിക്കണം. അതിനുവേണ്ടി പിന്നെ പാർക്ക് ചെയ്യേണ്ട പമ്പ് വല്ല നോക്കി പാർക്ക് ചെയ്യണം. ഇവിടെ എങ്ങാനും ഒതുക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം. നമ്മൾ ആലത്തൂരെത്തി. ആലത്തൂർ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യക്കുറവുള്ളത് കൊണ്ട് ആലത്തൂർ. ഇപ്പൊ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. എല്ലാരും നിൽക്കണം, കൈയൊക്കെ കഴിവാ. ഫോറസ്റ്റ് ആണ്. ഇതിനകത്തൊരു മ്യൂസിയം. ആ മ്യൂസിയത്തിനകത്ത് നമ്മുടെ നമ്മൾ വനം എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ കേട്ടോ. ഇതിനകത്തോട്ടൊരു റെയിൽവേ പോകുന്നുണ്ട്. റെയിൽവേ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വളരെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ വാളയാറ് സമീപത്ത് ഒരു വണ്ടി നിർത്തി. കാരണം പെർമിറ്റിനകത്ത് നമ്മുടെ പെർമിറ്റ് എടുക്കണമല്ലോ. അപ്പം യാത്രക്കാരുടെ പേരും വിവരങ്ങളും ഒക്കെ എഴുതാനായിട്ട് നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടത് ഇതൊരു മുട്ടായിയാണ്. ഈ മുട്ടായി ആരെങ്കിലും ഓർമ്മയിട്ടാ? പഴയ ടൈപ്പ് മുട്ടായിയാണ്. ഭയങ്കര കട്ടിയാണ് ഈ മുട്ടായിക്ക്. പണ്ടൊക്കെ ഞങ്ങൾ ഈ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പോകുമ്പോഴേ കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം. ഞാൻ 20 മുട്ടായി ഒരെണ്ണം വാങ്ങിച്ചു. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ദിവസം ചിപ്സും അതും എല്ലാം മേടിച്ചു. ഇതെല്ലാം പറ, നിങ്ങൾ തെറിയും കൂടെ പറ. അതും പറയട്ടെ. നോസ്റ്റാൾജിയ വെച്ചിട്ട് പിന്നെയും വാരി എടുക്കുന്ന കണ്ടോ മുട്ടായി. ഇതിനുള്ള പല്ലൂടൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ചേച്ചി. അപ്പം മൊത്തം 30 മുട്ടായി. ശരി, വാങ്ങാം. അപ്പൊ എത്ര സാധനം മേടിച്ചു നമ്മളിവിടുന്ന് മുട്ടായി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനകത്ത് ഒരു പഴയ മുട്ടായുണ്ട്. ഇത് അച്ഛൻ്റെ ഒക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കഴിച്ചെടുത്ത മുട്ടായി. ഇച്ചിരി കട്ടിയുള്ള സാധനം കഴിച്ചു നോക്കി. അത് കഴിച്ചു നോക്കിട്ട് പറ. പുളിയൊന്നും അല്ലേ
ഇത് കടല മുഴുവൻ തീർത്ത് മിക്കാറും ഒക്കെ. ഇച്ചിരി കട്ടിയുള്ള സാധനമാണ് ഇത്. അച്ഛൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് കഴിച്ചോണ്ടിരുന്നത്. എങ്ങനെയുണ്ട് സാധനം? പോളി സാധനം. അപ്പൊ ഉറങ്ങ കഴിച്ചു നോക്കടത്. കഴിച്ചു നോക്കണം. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആർ ടി ഓഫീസിലോട്ട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. വാളയാർ ചെക്ക് പോസ്റ്റ്. കാരണം വാളയാർ കഴിഞ്ഞിട്ട് വാളയാർ ഇതിന് ഇട സൈഡ് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര വനമാണ്. നമ്മുടെ ഈ മൃഗങ്ങളൊക്കെ പണ്ടൊക്കെ ഈ മൃഗങ്ങളൊക്കെ വട്ടം നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടുമായിരുന്നു. പച്ചക്കറി വണ്ടി പോകുന്ന സമയത്തൊക്കെ മാനും മാവും പന്നി ഓരോക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം കഴിയാറായി. ഇപ്പോൾ ഒരു ചെറിയൊരു പാലം ഇറക്കമാണ്. നമ്മുടെ കേരളത്തെയും തമിഴ്നാടും തമ്മിൽ വേർതിരിക്കുന്നത്. കാണിക്കാം. കേരളം പിടിക്കാണ്, തമിഴ്നാട് കയറും കേട്ടോ. ഇപ്പം കേരളത്തിൽ തമിഴ്നാടോട് കയറി. തമിഴ്നാട് കയറി. അപ്പൊ നമ്മള് തമിഴ്നാട്ടിലോട് കയറി കേട്ടോ. തമിഴ്നാട്ടിൽ കയറി പറ. തമിഴ്നാട്ടിൽ കയറി പറ. അത് ഇങ്ങോട്ട് നോക്കി പറയൂ. തമിഴ്നാട്ടിൽ കയറി. അതാണ് നമ്മുടെ നാട്ടിലെ അമ്പലം തമിഴ്നാട് തമ്മിൽ നമ്മള് വ്യത്യാസം കണ്ടോ? നല്ല കട്ട ബ്ലോക്ക് കിട്ടി വന്ന വഴിക്ക്. നമ്മുടെ വണ്ടി ഇവിടെ ഇടയ്ക്ക് കിടക്കും. ഇപ്പൊ നടന്ന ചടങ്ങ് നടന്നറിയാമോ? നിശ്ചയം. ഇപ്പൊ നിശ്ചയം അവിടെ നടന്നു.